നോക്കുകുത്തിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഞായറാഴ്ച പരിപാടികൾ, അതായത് കുറച്ച് ലോങ് വീഡിയോയാണ്. ഒരു ചക്കൻ നമ്മളിങ്ങനെ കുറി വെച്ചിട്ടുണ്ട്. അതിനെ പത്തി വലിച്ചപ്പോ രണ്ടെണ്ണം, ഒരെണ്ണം കൊത്തൻ ചക്ക. ഇനിയിപ്പോ എടുത്തോണ്ട് പോകുമ്പോ അമ്മയുടെ ഇരിക്കുന്ന വേറെ കേൾക്കേണ്ടി വരും. അങ്ങനെ ഞാനും അച്ഛനും കൂടെ ഓഹോയ് ചക്ക എടുത്തോണ്ട് പോണേണ്. അങ്ങനെ ചക്ക അച്ഛൻ തന്നെ മുറിക്കും. ഇനി കൊത്തൻ ചക്കയാവോ ഇത് നല്ല ചക്കയാവോ എന്നുള്ള ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിന്റെ ഇടയിൽ എന്റെ കണ്ട്രാക്കുടല് വേറെ. അങ്ങനെ നോക്കി വന്നപ്പോഴേക്കും ചക്കയായിപ്പോയി ഗൈസ്. പിന്നെ വെള്ള വെച്ച് ഓണം പോലെ പൊട്ടെ. അങ്ങനെ നമ്മൾ അടുത്ത് രസതകളി കൊല വെട്ടാൻ വരുന്ന വരക്കാണ്. പൊന്നെ, ആ കൊല കണ്ടാൽ നിങ്ങൾ പേടിച്ചു പോകും. ഇമ്മാതിരി വലിയൊരു കൊല നിങ്ങൾ ജീവിതത്തിൽ കണ്ടില്ല. എരുമണാക്ക് കൊലയാണ് ഗൈസ്. ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോണ്. സർവീസ് തട്ടിക്കുന്നുണ്ട്. സാധനം പതിയെ വലിച്ച് ഈ കണ്ട്രാക്കൂടെ അവിടെയും ഞാൻ കണ്ട്രാക്കൂട്ടോണ്ടിരിക്കുകയാണ്. ഒരു പണി ഞാൻ ചെയ്യില്ല, ഒറ്റ പണി ചെയ്യില്ല, കണ്ട്രാക്കൂട്ടൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊല ചാച്ചെടുത്ത് കൂമ്പ് എൻ്റെ കൈ തന്നിട്ടുണ്ട്. അടുത്ത് കൊലയിൽ രണ്ട് മ്ലാക്കം വെട്ടി ഇങ്ങനെ എടുക്കുന്ന കേസ്. ഇത് താഴെയില്ല. ഇതാണ് വലിയ കൊല. ഞാൻ പറഞ്ഞില്ലേ, മുതുക്ക് കൊലയാണ്. ഈ ആശാന് ഇത്തിരി വിളവ് ഉള്ളതുകൊണ്ട് അവന് ഒരു കുഞ്ഞ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഞാൻ വയ്യ പറഞ്ഞുതരാം, നിങ്ങൾ കൂടെ വാ. അങ്ങനെ നമ്മൾ വെട്ടിട്ട് വാഴയുടെ കൂമ്പെടുക്കുന്നതാണ്, വാഴയുടെ തട എടുക്കുന്നതാണ്. വാഴത്തട എടുത്ത് അല്ല കറി വയ്ക്കും. ഞായറാഴ്ച കറി വയ്ക്കാൻ വല്ലതും വേണ്ടേ? അതുകൊണ്ട് വെള്ള വെച്ച് ഓണം പോലെ അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുക്കം പാലേനെ വെട്ടിയിട്ടുണ്ട്. ഒറ്റ വെട്ടിന് തന്നെ സാധനം പഞ്ച് താഴോട്ട് വേണ്ടിയിട്ടുണ്ട്. ഇവിടെയും ഞാൻ നിന്ന് നന്നായിട്ട് കണ്ട്രാക്ട് കൊണ്ടുണ്ട്. ജനദേശം വരാത്ത പോണല്ലേ. അങ്ങനെ നമ്മൾ മുക്കം പാലേക്ക് എടുത്തോണ്ട് നമ്മൾ നേരെ നമ്മളെ കൊലേനെ മുക്കിയിടാനുള്ള പരിപാടിയിലാണ് ഗൈസ്. അങ്ങനെ മുക്കം പാല എടുത്തോണ്ട് വന്ന് ആദ്യം കുറച്ച് വാരി നമ്മൾ ബക്കറ്റിനകത്ത് ഇടണം. അവന് വേർപ്പിക്കണ്ടേ, നമ്മൾ അതിനകത്തിട്ട് വേർപ്പിച്ചതിനെ കൊല്ലണം, മനസ്സിലായേ? മുക്കം പാല വലിച്ചു വാരി കയറ്റി, പിന്നെ അടുത്ത് ഒന്നും കൂടെ വലിച്ചു വാരി കയറ്റി, അടുത്ത് പിന്നെ നമ്മളെ കൊല എടുത്തങ്ങ് കയറ്റണം. എന്നിട്ട് അവന് ഇരുന്നിങ്ങനെ വെപ്രാളം എടുക്കണം. അയ്യോ എനിക്കൊന്ന് പുറത്തിറങ്ങിയാൽ മതിയേ എന്നുള്ള രീതിയിൽ അവന് വെപ്രാളം വരണം, മനസ്സിലായില്ലേ? അമ്മാതിരി രീതിയിൽ ഇതിനെ കുത്തി ഇറക്കിയിരിക്കണം. എന്നിട്ട് നേരെ ബക്കറ്റിനകത്തോട്ട് പിന്നെ അവനെ ഇട്ട് കുളിപ്പിക്കണം, വേർപ്പിച്ച് കുളിപ്പിക്കണം. എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ ബക്കറ്റിനകത്തോട്ട് കയറ്റി ഞെക്കി പിടിച്ചങ്ങ് വയ്ക്കും. ആശ ഇതിലും പഴുത്തില്ലെന്നുണ്ടെങ്കിൽ ആശാന് ഞാൻ മഞ്ഞൾ പ്രയോഗം നടത്തും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇതിനെ ഇറക്കി ടൈറ്റ് ചെയ്ത് അവന് ശ്വാസം വെളി വിടല്ലേ. വെപ്രാളെടുത്ത് ഇതിനകത്ത് ഇന്ന് പുഴുങ്ങി ചാവണം, മനസ്സിലായ? അമ്മാതിരി ചൂടെടുത്ത് ചത്ത് നമ്മൾ തുറന്നു നോക്കുമ്പോൾ പഴുത്തിരിക്കണം. അങ്ങനെ നമ്മൾ അച്ഛങ്ങനെ കെട്ടി വെക്കുകയാണ് കേസ്. അങ്ങനെ ഇവിടെ ഞാൻ കണ്ട്രാക്ട് ഒരു കണക്കുമില്ല. അപ്പൊ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദിയുണ്ട്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഏട്ടാ. അപ്പൊ ഇതുപോലെ കിടിലൻ കണ്ടന്റുമായിട്ട് ഞാൻ വീടുന്നതായിരിക്കും. ബൈ.